മുകേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നും പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരോ സ്ത്രീകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ പറയാൻ. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നീ വിഷമിക്കാതിരിച്ചു എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാ ഇതങ്ങ് ശീലായിക്കോളൂ. ഒരാൾ എങ്ങനെ ഇതെല്ലാം കൂടി താങ്ങുമെന്നുള്ളൊരു ഒരു കാര്യമാണ് എനിക്ക് സംശയം. കാരണം നമുക്കിപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ രണ്ട് സ്ത്രീ പറഞ്ഞാൽ മനസ്സിലാക്കാം. ആ പരിസരത്ത് കൂടി പോയിട്ടുള്ള സ്ത്രീകളെല്ലാം ഇത് പറയുന്നെങ്കിൽ ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പള്ളം വെറുതെ വിടരുത് കേട്ടോ. ഞാൻ ഇത്തിരി ചുണ്ണാമ്പല്ലേ ചോദിച്ചുള്ളൂ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അതിന്റെ അമ്മയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം കഥ കേട്ടു. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന്. കൊച്ചു കള്ളൻ തൈ കിളവേളാന്ന് ഇഷ്ടമല്ലേ? വന്നു തീരെ കൾച്ചർ അല്ലാതായി. ബ്ലഡി കൺട്രി പീപ്പിൾ. നമുക്ക് ഒരാളോടൊരു തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ രണ്ടുപേരോട് മനസ്സിലാക്കാം. ഇത് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. ഇതിന് മരുന്നില്ലേ? ഇംഗ്ലീഷിൽ മരുന്നില്ല, ഹോമിയോയിൽ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാനുള്ള യാതൊരു യോഗ്യതയും അദ്ദേഹത്തിന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇരുന്നോട്ടെ എന്ന് കരുതി മടുത്തിട്ട് കാണിച്ചു തന്നപ്പോ അവിടെ കയറി മൂത്രം ഒഴിക്കണ ചെറ്റെ. അമ്മയിൽ മെമ്പർഷിപ്പ് അടക്കം കൊടുക്കണമെങ്കിൽ സ്ത്രീകൾ വഴങ്ങിക്കൊടുക്കണമെന്ന് പറയുന്ന മാനസികാവസ്ഥയുള്ള ഒരാള് ഇതുപോലൊരു മണ്ഡലത്തിന്റെ നാഥനായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും? എന്തൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങൾക്കുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത്? ഇവൻ മഹാ തെണ്ടി തന്നെ. ഇതുപോലെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാമഭ്രാന്ത് മാത്രമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ കണ്ണുകളിൽ മാത്രം കാണുന്ന ഒരാള് ജനപ്രതിനിധിയായാൽ എങ്ങനെയാവും എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ട്. അദ്ദേഹം രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി പൂർണ്ണ പിന്തുണയുമായിട്ട് അദ്ദേഹത്തിനൊപ്പമുണ്ട്. മിടുക്കൻ നീയാണ് ആൺകുട്ടി. എനിക്ക് പിറക്കാതെ പോയ മകനാണ് നീ. സ്ത്രീ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന സംസ്കാരമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ലോകത്തുള്ള പെരുങ്കള്ളന്മാരിൽ ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവർ അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ